ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു സിനിമ കണ്ടു, അതായത് ബ്ലാസ്റ്റ്. തമിഴോടാണ്, മറ്റേ അർജുൻ, അതേപോലെ തന്നെ അയ്യോ പേരൊക്കെ ഞാൻ മറന്നുപോയി, മറ്റേ നടിയുടെ പേര് അഭിരാമി. അഭിരാമി. പിന്നെ അവരുടെ ഒരു അവർക്കൊരു മകളുണ്ട്, അതിൻ്റെ പേര് എന്തിട്ടാണോ അതൊന്നും ഞാൻ ഓർക്കില്ല. എന്തായാലും പടം നിങ്ങൾ കണ്ടോ, കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. അതായത് ഞാൻ ഇത്രയും നാൾ കാണേണ്ടിരുന്നത് വേറെ ഒന്നുമല്ല, കാരണം കൊച്ചിയിലെങ്ങും ഒരു നല്ലൊരു 4K അറ്റ്മോസിൽ തിയേറ്ററിൽ പടമില്ല. ഒക്കെ ഈ 2K അതേപോലെ തന്നെ 7.1 അങ്ങനത്തെ തിയേറ്ററിലായിരുന്നു, അങ്ങനത്തെ സ്ക്രീനിലായിരുന്നു പടം. അതുകൊണ്ട് തന്നെയാണ് അത് മാറ്റി വെച്ചത്. കാരണം ഈ പടം കാണണമെങ്കിൽ തന്നെ അറ്റ്മോസ്ഫിയറിൽ കണ്ടാൽ അതിൻ്റെ ഒരു എഫക്റ്റ് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. കാരണം അമ്മാതിരി BGM ഒക്കെ ഉണ്ടല്ല, പക്കാ സാധനം കിടിലനായിട്ടുണ്ട്. അതായത് തുടക്കം തന്നെ എന്നിട്ട് ഗൂസ് ബോംസ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതായത് കഥ പറയുകയാണെങ്കിൽ കഥ ഞാൻ പറഞ്ഞ അത് തിയേറ്ററിൽ കാണാനുള്ളൊരു സംഭവമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കരോട്ട ഫാമിലി, അതാണ് മൊത്തം ഇതിലെല്ലാവരും കണ്ടത്. അതിൻ്റെ ട്വിസ്റ്റുകൾ എൻ്റെ ആ ട്വിസ്റ്റൊക്കെയാണ് നല്ല രസമായിട്ടുണ്ട്. എന്തായാലും പടം ഫുൾ എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമാണ് ബ്ലാസ്റ്റ്. എന്തായാലും ഈ കാട്ടാളം വെച്ച് ഇപ്പം ഞാൻ ആക്ഷൻ പടമായ കാരണം കാട്ടാളനായിട്ടൊരു ഒന്ന് താരതമ്യം ചെയ്താൽ കാട്ടാളം പോലേ അല്ല ഈ പടം. കാട്ടാളൻ അവിടെ കിടക്കുന്നു, ഇതവിടെ കിടക്കണം. എന്തായാലും കിട്ടില്ല പടം. മറ്റേ അർജുനൊക്കെ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അത് പുള്ളീനെ ഞാൻ ആദ്യമായിട്ട് പുള്ളിയുടെ ഒരു പടം കാണുന്നത് മറ്റേ ദിലീപിൻ്റെ പടമാണ്. അയ്യോ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ദിലീപായിട്ടുള്ള പടത്തിൽ ഞാൻ പുള്ളിയുടെ ഒരു ആദ്യമായിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോയെന്നൊന്നും ഓർക്കല്ല. എന്തായാലും ശ്രദ്ധിക്കാൻ പറ്റിയ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മറ്റേ അയ്യോ പടത്തിൻ്റെ പേരൊന്നുമില്ല, ദിലീപിൻ്റെ ഞാൻ കുറച്ച് നേരം മുമ്പ് ഓർത്തായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഈ പടത്തിൻ്റെ കാര്യമുണ്ടല്ലോ, കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഗൂസ് ബോംസ് എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും തല്ലാൻ തോന്നും, അമ്മാതിരി ഒരു ലെവല് സാധനമാണ് ഈ പടം കിട്ടുന്നത്. എനിക്കതിൽ BGM ആണ് ആ പടത്തിൻ്റെ ഒപ്പം വർക്കായത്. BGM സമ്മതിക്കണം. അതായത് ഇവരുടെ വീട്ടിലൊക്കെ കുറച്ച് ഗുണ്ടകൾ കാരണം ഒരു സീനൊക്കെ ഉണ്ട്. അതിൽ കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ല, അതായത് കുടുംബം മൊത്തം അടി ഫാമിലി എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു സംഭവമാണ് എനിക്കെന്തായാലും തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. അതായത് വലിയ വലിയ കോർപ്പറേറ്റിനോട് ഒരു കുടുംബം നിസ്സാരമായിട്ട്, അതായത് വില്ലൻ നിസ്സാര എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി കളയാൻ പറഞ്ഞ ഒരു ഫാമിലി, അവർ കയറി മേയണ ഒരു പടമാണ് ബ്ലാസ്റ്റ്. എന്തായാലും പടം കിട്ടില്ല കേട്ടോ, ഒരു രസമില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന എല്ലാ പടങ്ങളിലും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സാധനം ബ്ലാസ്റ്റ്. കാര്യം പറഞ്ഞാൽ ഞാനത് കാണാൻ കാരണം വേറെ ഒന്നുമല്ല, കാരണം അത് ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 4K അറ്റ്മോസിൽ സ്ക്രീൻ അവൈലബിളായിട്ട് കിട്ടി. അത് കാരണം നേരെ പോയി കണ്ട. കാരണം ഈ പടം 4K അറ്റ്മോസിൽ നിന്ന് കണ്ടാലാണ് അതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് കിട്ടുള്ളൂ. മാതിരി ഒരു ലെവല് തന്നെ. പിന്നെ അഭിരാമിയൊക്കെ ഉണ്ടല്ല ചെയ്തു വെച്ചത്, അതായത് മലയാളത്തിൽ ഇത്രയും നല്ലൊരു റോള് കിട്ടിയിട്ടില്ല പുള്ളിക്കാരത്തിക്ക്. കിട്ടിയിരുന്നത് മറ്റേ ആദിപലിയായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ലേഡീസ് കഥാപാത്രമായിട്ടുള്ളൊരു പടം ഉണ്ടല്ലോ, അതേപോലത്തെ കഥാപാത്രങ്ങളല്ലേ കിട്ടണുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ലെവല്, അതും ഒരു മലയാളിക്ക് ഒരു തമിഴ് പടത്തിൽ കിട്ടുന്ന റോളെന്ന് പറഞ്ഞാൽ കിടിലന കേട്ടോ. അതെന്തായാലും കിടിലന, അതിൽ സമ്മതിച്ചേ പറ്റൂ. കാരണം അത്രയും കിടിലനായിട്ട് ചെയ്തിട്ടുമുണ്ട്. മറ്റേ പ്രിയ പേര് ഞാൻ വീണ്ടും മറന്നുപോയി. അതായത് അർജുനും അതേപോലെ തന്നെ അഭിരാമിയും, അതിൽ അവർക്കൊരു മകളുണ്ട്, പേര് ഞാൻ പറഞ്ഞു, പ്രിയ മുകുന്ദനോ എന്തെങ്കിലും ആവട്ടെ. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. എന്തായാലും പടം കാണേണ്ടവർക്ക് ഉടനെ തന്നെ പോയി ഒരു അറ്റ്മോസ് തിയേറ്ററിൽ നിന്ന് കണ്ടോ, പടം നിങ്ങൾക്ക് എന്തായാലും വെറുത്തായിരിക്കും. കാട്ടാളൻ കണ്ടിട്ട് എനിക്കത്ര വെറുപ്പിച്ചിട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കാട്ടാളം പോലെ അല്ല ഈ പടം. ഇതിൽ ഒരു ഒറ്റ കഥ ഇത് തുടങ്ങി ഒരു വെടിക്കെട്ട് കാണില്ലേ, അതേപോലത്തെ രീതിയാണ്. കാരണം ഫൈറ്റ് ആയാലും അതേപോലെ തന്നെ കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. എന്തായാലും കണ്ടോ. ശരി.